നമ്മളെല്ലാവരും ശമ്പളം വരുന്ന ദിവസമായിട്ടാണ് ജൂലൈ 1 കാണുന്നത് അല്ലേ? എന്നാൽ ഞാനൊരു കാര്യം പറയാം. ഈ വരുന്ന ജൂലൈ 1 മുതൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടും ലോണും ഒക്കെ വർക്ക് ചെയ്യുന്ന രീതി അടിമുടി മാറാൻ പോവുകയാണ്. പുതിയ നിയമങ്ങൾ നമ്മളെ ചേസ് ചെയ്യുകയാണോ എന്ന് നമുക്ക് തോന്നും. RBI വളരെ സുപ്രധാനമായ ചില ഗൈഡ് ലൈൻസ് ഈ ദിവസം മുതൽ നടപ്പിലാക്കാൻ പോകുന്നുണ്ട്. നമ്മളെല്ലാവരും ജൂലൈ 1 വെറുമൊരു സാധാരണ ദിവസമായിട്ടാണ് കാണുന്നത്. ഞാൻ പറഞ്ഞ ശരിയല്ലേ? എന്നാൽ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. സത്യം പറഞ്ഞാൽ ജൂലൈ 1 മുതൽ നമ്മൾ അറിയേണ്ട 7 വലിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇത് ചെറിയ കാര്യമല്ല. ആദ്യത്തെ കാര്യം സിബിൽ സ്കോർ ആണ്. പഴയ പോലെയല്ല കാര്യങ്ങൾ. RBIയുടെ ഏറ്റവും പുതിയ ഡേറ്റ അനുസരിച്ച് ജൂലൈ 1 മുതൽ ബാങ്കുകൾ നിങ്ങളുടെ ലോൺ വിവരങ്ങൾ ആഴ്ചതോറും ക്രെഡിറ്റ് ബ്യൂറോകൾക്ക് നൽകണം. അതായത് മാസത്തിൽ 5 തവണ, 7, 14, 21, 28, പിന്നെ അവസാന ദിവസവും. ഇവിടെ ഒരു കാര്യമുണ്ട്. ഒരു EMI മുടങ്ങിയാൽ മുമ്പത് സിബിലിൽ വരാൻ ആഴ്ചകൾ എടുക്കുമായിരുന്നു. ഇനി ഒരു സെക്കൻഡ് മതി. ഇനി അത് ദിവസങ്ങൾക്കുള്ളിൽ അവിടെ എത്തും. നല്ലതും ചീത്തയും രണ്ടും വേഗം കാണിക്കും. നിങ്ങൾ വളരെ കൃത്യമായി EMI അടയ്ക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ സ്കോർ വേഗം കൂടും. പക്ഷെ ഒരു ദിവസം വൈകിയാൽ പോലും അത് നിങ്ങളുടെ റിപ്പോർട്ടിൽ വേഗം പ്രതിഫലിക്കുമെന്ന് സാരം. ഇനി ഡിജിറ്റൽ ബാങ്കിംഗ് തട്ടിപ്പുകളുടെ കാര്യത്തിലേക്ക് വരാം. ഒരുപാട് പേർക്ക് പണം നഷ്ടമാകുന്നുണ്ട്. ജൂലൈ 1 മുതൽ വരുന്ന പുതിയ ചട്ടം അനുസരിച്ച് UPI അല്ലെങ്കിൽ നെറ്റ് ബാങ്കിംഗ് തട്ടിപ്പുകളിൽ ആരുടെ ഭാഗത്താണ് തെറ്റ് എന്ന് വളരെ വ്യക്തമായി നിർവചിക്കുന്നുണ്ട്. ബാങ്കുകൾ കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ കൊണ്ടുവരണം എന്ന കർശന നിർദ്ദേശവുമുണ്ട്. ബാങ്കിന്റെ ഭാഗത്താണോ അതോ നമ്മുടെ ഭാഗത്താണോ വീഴ്ച എന്ന് നോക്കിയിട്ടാകും ഇനി നഷ്ടം ആര് സഹിക്കണം എന്ന് തീരുമാനിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കാതെ OTP ആർക്കെങ്കിലും കൈമാറിയാൽ പണം പോകും. പക്ഷെ നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ ബാങ്കിന്റെ സിസ്റ്റം തകരാർ കൊണ്ടാണെങ്കിൽ സീറോ ലയബിലിറ്റി ആയിരിക്കും. മറ്റൊരു സുപ്രധാന നിയമം ലോൺ എടുത്തവർക്ക് ആശ്വാസം നൽകുന്നതാണ്. റിക്കവറി ഏജന്റുമാർക്ക് ഇനി ഇഷ്ടമുള്ള സമയത്ത് വിളിക്കാൻ കഴിയില്ല. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 7 മണി വരെ മാത്രമേ വിളിക്കാൻ പാടുള്ളൂ എന്നത് RBI പറയുന്നു. ഇത് മനുഷ്യന്റെ അടിസ്ഥാനപരമായ സ്വകാര്യതയെ മാനിക്കുന്ന ഒന്നാണ്. ഈ നിയമം ലംഘിച്ചാൽ ബാങ്കിനെതിരെ നിങ്ങൾക്ക് വേണമെങ്കിൽ പരാതിപ്പെടാം. ചിലപ്പോൾ ഓംബുഡ്സ്മാൻ 25,000 മുതൽ 1 ലക്ഷം രൂപ വരെ നഷ്ടപരിഹാരവും തന്നേക്കാം. ഇത് കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും വലിയൊരു ആശ്വാസം തോന്നും. എങ്കിലും ലോൺ കൃത്യമായി അടയ്ക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഓഹരികൾ പണയം വെച്ചുള്ള ബാങ്ക് വായ്പകളെ കുറിച്ചും പുതിയ ഗൈഡ് ലൈൻസ് വരുന്നുണ്ട്. ഏപ്രിൽ 1 നടപ്പാക്കാനിരുന്നതായിരുന്നു ഇത്. പക്ഷെ അത് ജൂലൈ 1 പ്രാബല്യത്തിൽ വരുന്നത്. വലിയ കമ്പനികൾക്കും ബിസിനസ്സുകൾക്കും ഇത് വലിയ ഇമ്പാക്ട് ഉണ്ടാക്കും. വലിയ ബിസിനസ്സുകളുടെ ഫണ്ടിങ് മാറുമ്പോൾ അത് താഴെ തട്ടിലും പ്രതിഫലിക്കും. കോർപ്പറേറ്റ് ലോകത്ത് നടക്കുന്ന ഈ മാറ്റങ്ങൾ സാധാരണക്കാരന്റെ പണമിടപാടുകളെയും സ്വാധീനിക്കുമെന്ന് ചുരുക്കം. ഇവിടെയാണ് പലരും മിസ് ചെയ്യുന്നത്. നമ്മുടെ വ്യക്തി വിവരങ്ങളുമായി ബന്ധപ്പെട്ട മാറ്റമാണിത്. പുതിയ പാൻ കാർഡിന് അപേക്ഷിക്കുമ്പോൾ ഇനി ആധാർ നിർബന്ധമാണ് എന്ന് CBDT വ്യക്തമാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസോ ജനന സർട്ടിഫിക്കറ്റോ വോട്ടർ ID ഒന്നും ഇനി മതിയാകില്ല. ആധാർ മാത്രം മതി. വ്യാജരേഖകൾ ഇല്ലാതാക്കാൻ ഇത് സഹായിക്കും. പുതിയതായി പാൻ കാർഡ് എടുക്കാൻ പോകുന്നവരാണെങ്കിൽ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം. പുതിയ നിയമം പ്രാബല്യത്തിൽ വരുമ്പോൾ ഇത് വ്യാജ അക്കൗണ്ടുകൾക്ക് വലിയ തിരിച്ചടിയാകും. മറ്റൊന്ന് ടാക്സ് ഫയൽ ചെയ്യുന്നവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ITR ഫയലിംഗ് ഡെഡ് ലൈനുകൾ വരികയാണ്. ശമ്പളക്കാർക്ക് ജൂലൈ 31 ഡെഡ് ലൈൻ എന്നാണ് റിപ്പോർട്ടുകൾ. ITR 1, ITR 2 ഫോമുകൾ ഫയൽ ചെയ്യേണ്ടവർ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓഡിറ്റ് വേണ്ടാത്ത ബിസിനസ് ചെയ്യുന്നവർക്ക് ഓഗസ്റ്റ് 31 വരെ സമയമുണ്ട്. കണ്ടോ, ജൂലൈ 1 മുതൽ കൗണ്ട് ഡൗൺ തുടങ്ങിയാണെന്ന് ചുരുക്കം. അവസാന നിമിഷം വരെ കാത്തിരിക്കുന്നത് വലിയ അബദ്ധമാണ്. പോർട്ടൽ ഹാങ് ആകാൻ സാധ്യതയുണ്ട്. കൃത്യമായി ഫയൽ ചെയ്തില്ലെങ്കിൽ വലിയ ഫൈൻ ആയിരിക്കും നമ്മളെ കാത്തിരിക്കുന്നത്. ഏറ്റവും അവസാനമായി ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കുന്നവരെ ബാധിക്കുന്ന കാര്യമാണ്. GST നിരക്കുകളിൽ ചില മാറ്റങ്ങൾ വരുന്നുണ്ട്. ധനകാര്യ സർവീസുകളുമായി ഇൻഷുറൻസ് ലയിപ്പിച്ച പുതിയ ഘടന ജൂലൈ പുതുക്കലുകളിൽ പ്രീമിയത്തെ ബാധിക്കാം. പോളിസി പുതുക്കുമ്പോൾ പഴയ പ്രീമിയം ആയിരിക്കില്ല നിങ്ങൾ അടയ്ക്കേണ്ടി വരിക. പലപ്പോഴും നമ്മൾ ഒരേ തുക തന്നെ ആയിരിക്കും എന്ന് കരുതിയിരിക്കും. ഇൻഷുറൻസ് നിരക്കുകളാണ് എന്ന് തോന്നും. പക്ഷേ ഇത് അതിലും കോംപ്ലിക്കേറ്റഡ് ആണ്. അല്ലെങ്കിൽ അത്രയൊന്നുമില്ല. പുതിയ ടാക്സ് ഘടന വരുമ്പോൾ അത് പ്രീമിയത്തിലും പ്രതിഫലിക്കും. അത്ര തന്നെ. ഇപ്പോഴത്തെ നിരക്കിൽ മാറ്റങ്ങൾ വന്നേക്കാം. പോളിസി പുതുക്കുമ്പോൾ നിങ്ങളുടെ ഇൻഷുറൻസ് കമ്പനിയുമായി സംസാരിച്ച് പുതിയ തുക ചോദിച്ച് മനസ്സിലാക്കണം. ഇത് സാധാരണക്കാരെ എങ്ങനെ ബാധിക്കും എന്ന് നോക്കാം. ഇൻഫ്ലേഷൻ തന്നെയാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. RBIയുടെ ഏറ്റവും പുതിയ ഡേറ്റ അനുസരിച്ച് 2026 ജൂൺ മാസത്തിൽ റിപ്പോ നിരക്ക് 5.25% നിൽക്കുന്നത്. ഇത് കാരണം ബാങ്കുകൾക്ക് പണത്തിന് ചിലവ് കൂടുതലാണ്. അപ്പോൾ അവർ എന്ത് ചെയ്യും? ലോണുകളുടെ പലിശ നിരക്ക് കുറയ്ക്കില്ല. ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ സിബിൽ സ്കോർ വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറും. സ്കോർ കുറഞ്ഞവരിൽ നിന്ന് ബാങ്കുകൾ കൂടുതൽ പലിശ ഈടാക്കും. നമ്മൾ തോൽക്കുന്നത് ഇവിടെയാണ്. സാമ്പത്തിക അരക്ഷിതാവസ്ഥ കൂടുമ്പോൾ ആളുകൾ സ്വർണത്തിലേക്ക് തിരിയും. മാർക്കറ്റ് ഡേറ്റ പ്രകാരം ജൂൺ മാസത്തിൽ വിപണിയിൽ 24 ക്യാരറ്റ് സ്വർണ്ണ വില ഗ്രാമിന് ഏകദേശം 14,858 രൂപയാണ്. നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ ക്ലിയർ അല്ലെങ്കിൽ അത്യാവശ്യത്തിന് പണം കിട്ടാത്ത അവസ്ഥ വരും.
ഒരു ശരാശരി മലയാളിയെ സംബന്ധിച്ച് ഈ മാറ്റങ്ങൾ വലിയ രീതിയിലാണ് ബാധിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ഭവന വായ്പ, കുട്ടികളുടെ വിദ്യാഭ്യാസ വായ്പ എല്ലാം ഇതിൽ ഉൾപ്പെടും. നമ്മൾ ആലോചിക്കണം, ഇനി നമ്മൾ നിയമങ്ങളെ പേടിക്കണോ പകരം ഇവയെ അറിഞ്ഞിരിക്കുകയാണോ വേണ്ടതെന്ന് കൃത്യമായ ബോധ്യം നമുക്കുണ്ടാവണം. നിങ്ങളുടെ സിബിൽ സ്കോറും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി മുതൽ വളരെ ശ്രദ്ധയോടെ വേണം ലോണുകളൊക്കെ കൈകാര്യം ചെയ്യാൻ. ഇൻഷുറൻസ് പുതുക്കുമ്പോൾ പുതിയ പ്രീമിയം തുക ചോദിച്ച് മനസ്സിലാക്കണം. ഡിജിറ്റൽ ഗൈഡ് ലൈൻസ് നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം. കൂടുതൽ ഈ മേഖലയിലൊക്കെ സ്റ്റഡി ചെയ്യേണ്ടതുണ്ട്. നിങ്ങളുടെ ലോൺ EMI, ഇൻഷുറൻസ് പ്രീമിയം, ടാക്സ് ഫയലിംഗ് ഇതെല്ലാം പുതിയ നിയമങ്ങൾക്കനുസരിച്ച് പ്ലാൻ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും ഒരു അഡ്വൈസറുമായി ചർച്ച ചെയ്യാൻ തയ്യാറാവുക. ഈ നിയമങ്ങൾ വരുന്നത് നമ്മുടെ പണം കൂടുതൽ സുരക്ഷിതമാക്കാൻ കൂടിയാണ്. ഈ വീഡിയോ ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. ഏതെങ്കിലും ഫിനാൻഷ്യൽ ഡിസിഷൻ എടുക്കുന്നതിന് മുൻപ് ഒരു സെബി രജിസ്റ്റേർഡ് അഡ്വൈസറുമായി ബന്ധപ്പെടുക.